ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഭരണ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സ്ത്രീ ശാക്തീകരണത്തിനായി നിരവധി നടപടികൾ സ്വീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീമ സഖി യോജനയ്ക്ക് തുടക്കമായി. INS തുഷീൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് കമ്മീഷൻ ചെയ്തു. സിറിയയുടെ ഐക്യം, പരമാധികാരം, അതിർത്തി എന്നിവ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്ന് ഇന്ത്യ. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടുള്ള നിവേദനം കേന്ദ്രത്തിന് കൈമാറാൻ കേരളം വൈകിയിരുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വനിതാ ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് മലേഷ്യയെ നേരിടും. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് 12ാം മത്സരത്തിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഡി കുകേഷിന് തോൽവി. വാർത്തകൾ വിശദമായി. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമായി. ഭരണ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് 3 തവണ നിർത്തിവെച്ച സഭാ നടപടികൾ 3 മണിക്ക് പുനരാരംഭിച്ചെങ്കിലും ബഹളം തുടർന്നതിനാൽ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. അദാനി ഗ്രൂപ്പിനെതിരായ കൈക്കൂലി ആരോപണം, ജോർജ് സോറോസ് വിവാദം എന്നിവയാണ് പാർലമെന്റിനെ പ്രക്ഷുബ്ധമാക്കിയത്. ബഹളത്തിനിടയിലാണ് ലോക്സഭയിൽ റെയിൽവേ ഭേദഗതി ബില്ല് സഭ ചർച്ച ചെയ്തത്. രാജ്യസഭയിലും സമാന രംഗങ്ങൾ അരങ്ങേറി. ചെറുകിട നാമമാത്ര കർഷകർക്കുള്ള കാർഷിക വായ്പകൾ രാജ്യത്ത് തുടർച്ചയായി വർദ്ധിക്കുന്നതായി കേന്ദ്രം. കഴിഞ്ഞ 3 വർഷത്തിനിടെ ചെറുകിട നാമമാത്ര കർഷകരുടെ കാർഷിക വായ്പാ അക്കൌണ്ടുകളുടെ എണ്ണം 2023-24 13.06 കോടിയായി ഉയർന്നെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഈ വർഷം 100 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്ര സർക്കാർ. കടുവ, ആന എന്നിവയുടെ സംരക്ഷണ പദ്ധതിക്കായി കഴിഞ്ഞ വർഷം സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും 23,960 ലക്ഷം രൂപ അനുവദിച്ചതായും സർക്കാർ അറിയിച്ചു. വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം മരണപ്പെടുകയോ സ്ഥിരമായ അംഗവൈകല്യം സംഭവിക്കുകയോ ചെയ്താൽ 10 ലക്ഷം രൂപയും ഗുരുതര പരിക്കിന് 2 ലക്ഷം രൂപയുമായി ധനസഹായം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തെ വഖഫ് സ്വത്തുക്കളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തുന്നതിന് വഖഫ് അസറ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഓഫ് ഇന്ത്യ പോർട്ടൽ ആരംഭിച്ചതായി കേന്ദ്രം. ഇതുവരെ 8.72 ലക്ഷത്തിലധികം സ്ഥാവര സ്വത്തുക്കളും 16,713 ജംഗമ സ്വത്തുക്കളും പോർട്ടലിൽ രേഖപ്പെടുത്തിയതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു രാജ്യസഭയിൽ അറിയിച്ചു. 994 വഖഫ് സ്വത്തുക്കളുടെ ഉടമസ്ഥാവകാശം മറ്റ് കക്ഷികൾക്ക് കൈമാറുകയോ അനാധീനപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. 10 വർഷത്തിനിടെ രാജ്യത്ത് സ്ത്രീ ശാക്തീകരണത്തിനായി നിരവധി നടപടികളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ത്രീകൾക്കിടയിൽ സാമ്പത്തിക സാക്ഷരതയും ഇൻഷുറൻസ് അവബോധവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരംഭിച്ച ഭീമ സഖി യോജനയ്ക്ക് ഹരിയാനയിലെ പാനിപ്പറ്റിൽ തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. लंबे समय तक हमारे देश में ऐसे अनेक काम थे जो महिलाओं के लिए वर्जित थे. वहां महिलाएं काम कर ही नहीं सकती थी. भाजपा की हमारी सरकार ने बेटियों के सामने से हर बाधा को हटाने की ठानी. आज आप देखिए, सेना के अग्रिम मोर्चों में बेटियों की तैनाती हो रही है. हमारी बेटियां फाइटर पायलट बन रही है. ചടങ്ങിൽ ഭാവി ഭീമ സഖികൾക്കുള്ള നിയമന സർട്ടിഫിക്കറ്റുകൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. ഭീമ സഖി യോജനയ്ക്ക് കീഴിൽ 3 വർഷത്തിനുള്ളിൽ 2 ലക്ഷത്തിലധികം സ്ത്രീകളെ നിയമിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ചടങ്ങിൽ പറഞ്ഞു. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഈ പദ്ധതി പ്രകാരം 10ാം ക്ലാസ് പാസ്സായ 18 മുതൽ 70 വയസ്സുവരെ പ്രായമുള്ള സ്ത്രീകളെ ശാക്തീകരിക്കുകയും ആദ്യ 3 വർഷത്തേക്ക് പ്രത്യേക പരിശീലനവും സ്റ്റൈപ്പൻഡും നൽകുകയും ചെയ്യും. ജനാധിപത്യം, സാങ്കേതികവിദ്യ, നൈപുണ്യമുള്ള യുവജനത എന്നിവയുടെ ശക്തി ഇന്ത്യ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റൈസിംഗ് രാജസ്ഥാൻ ത്രിദിന ആഗോള നിക്ഷേപ ഉച്ചകോടി പ്രധാനമന്ത്രി ജയ്പൂരിൽ ഉദ്ഘാടനം ചെയ്തു. സാങ്കേതികവിദ്യയുടെ കാലഘട്ടമാണിതെന്നും നൈപുണ്യമുള്ള യുവജനങ്ങൾ ഏറ്റവും അധികമുള്ള രാജ്യമായി ഇന്ത്യ മാറുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 32 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കുന്നതിന് യുവാക്കൾ രാഷ്ട്രീയത്തിൽ ചേരാനും രാജ്യനിർമ്മാണത്തിൽ സംഭാവന ചെയ്യാനും ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാമകൃഷ്ണ മഠം അഹമ്മദാബാദിൽ സംഘടിപ്പിച്ച പരിപാടിയെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. എല്ലാ മേഖലയിലും യുവാക്കൾ നേതൃസ്ഥാനത്തുണ്ടാകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സിറിയയുടെ ഐക്യം, പരമാധികാരം, അതിർത്തി എന്നിവ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സിറിയയിലെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരുന്നതായും
മുഴുവൻ ജനങ്ങളുടെയും അഭിലാഷത്തെ മാനിച്ചുകൊണ്ടുള്ള സമാധാനപരമായ രാഷ്ട്രീയ വികസനമാണ് ഇന്ത്യ പിന്താങ്ങുന്നതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ദമാസ്കസിലെ എംബസി ഇന്ത്യൻ പൌരന്മാരുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നതായും മന്ത്രാലയം അറിയിച്ചു. അതേസമയം സിറിയയുടെ ഭാവി തീരുമാനിക്കേണ്ടത് അവിടുത്തെ ജനതയാണെന്ന് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് അഭിപ്രായപ്പെട്ടു. ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും പുതിയ മൾട്ടി റോൾ സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റ് INS തുഷിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് കമ്മീഷൻ ചെയ്തു. റഷ്യയിലെ കലിനിൻ ഗ്രാൻഡിലുള്ള കപ്പൽശാലയിലാണ് കപ്പൽ കമ്മീഷൻ ചെയ്തത്. രാജ്യത്തിന്റെ വളരുന്ന സമുദ്രശക്തിയുടെ തെളിവാണ് INS തുഷീലെന്നും ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് കാഴ്ചപ്പാടിന് റഷ്യ നൽകുന്ന പിന്തുണ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള സൌഹൃദത്തിന്റെ ഉദാഹരണമാണെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് അനുവദിക്കുന്ന വയബിലിറ്റി ഗ്യാപ് ഫണ്ട് തിരിച്ചടയ്ക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കേന്ദ്രം പ്രത്യേക സാമ്പത്തിക സഹായ പാക്കേജ് പ്രഖ്യാപിക്കാത്തതിന് കാരണം കേരളം വിശദ റിപ്പോർട്ട് സമർപ്പിക്കാൻ വൈകിയെന്ന ആരോപണം വസ്തുതാവിരുദ്ധമാണെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. അടുത്ത വർഷം മാർച്ച് 30 കേരളം സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 2025 നവംബറിനുള്ളിൽ സംസ്ഥാനത്തെ അതിദാരിദ്ര്യമുക്തമാക്കി പ്രഖ്യാപിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പരാതികളുമായി എത്തുന്ന ജനങ്ങളോട് ഉദ്യോഗസ്ഥരുടെ മോശം സമീപനം സർക്കാർ അംഗീകരിക്കില്ലെന്നും അത്തരം സംഭവങ്ങളിൽ കർക്കശ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സാധാരണക്കാരുടെ പരാതികൾ പരിഹരിക്കേണ്ടത് ഉദ്യോഗസ്ഥരുടെ കടമയാണെന്നും പ്രശ്നപരിഹാരം ജനങ്ങളുടെ അവകാശമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കരുതലും കൈത്താങ്ങും താലൂക്ക് തല പരാതി പരിഹാര അദാലത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ, കോഴിക്കോട്, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലും ഇന്ന് അദാലത്തിന് തുടക്കമായി. ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ഇന്ത്യയുടെ ആശങ്ക ബംഗ്ലാദേശ് സന്ദർശന വേളയിൽ ഉന്നയിച്ചതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. ബംഗ്ലാദേശ് വിദേശകാര്യ സെക്രട്ടറി മുഹമ്മദ് ജാഷിം ഉഡിനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ധാക്കയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂനപക്ഷ സുരക്ഷയും ക്ഷേമവും ഉൾപ്പെടെ സമീപകാല സംഭവവികാസങ്ങൾ ചർച്ച ചെയ്തതായും ശ്രീ മിശ്രി പറഞ്ഞു. We also had the opportunity to discuss certain recent developments and issues, and I conveyed our concerns, including those related to the safety and welfare of minorities. We also discussed some regrettable incidents of attacks on cultural, religious and diplomatic properties, a constructive approach on all these issues by the Bangladesh authorities, and we look forward to moving the relationship forward in a positive, forward-looking and constructive direction. ഒമാനിൽ നടക്കുന്ന വനിതാ ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി പൂൾ എ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ഇന്ന് മലേഷ്യയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:30 മത്സരം. ഇന്നലെ ബംഗ്ലാദേശിനെതിരെ നടന്ന മത്സരത്തിൽ 1-13 ഗോളുകൾക്കാണ് ഇന്ത്യ വിജയിച്ചത്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് 12ാം മത്സരത്തിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുകേഷിന് തോൽവി. നിലവിലെ ചാമ്പ്യൻ ചൈനയുടെ ഡിങ് ലെറനോടാണ് ഗുകേഷ് പരാജയപ്പെട്ടത്. ഇതോടെ ഇരുവരും 6 പോയിന്റുകളുമായി ഒപ്പത്തിനൊപ്പമെത്തി. ചാമ്പ്യൻഷിപ്പിൽ ഇനി 2 മത്സരങ്ങളാണുള്ളത്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളുടെ രണ്ടാമത്തെ പട്ടിക പുറത്തിറക്കി. 20 പേരുടെ പട്ടികയാണ് പുറത്തിറക്കിയത്. ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ജാങ്പുര മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കും. രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പിനുള്ള 3 സ്ഥാനാർത്ഥികളുടെ പട്ടിക BJP പുറത്തിറക്കി. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള രയാഗ കൃഷ്ണയ്യ, ഹരിയാനയിൽ നിന്നുള്ള രേഖ ശർമ്മ, ഒഡീഷയിൽ നിന്നുള്ള സുജിത് കുമാർ എന്നിവരാണ് പാർട്ടി ടിക്കറ്റിൽ മത്സരിക്കുക. 6 രാജ്യസഭാ സീറ്റുകളിലേക്കാണ് ഈ മാസം 20 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. BJP നേതാവ് രാഹുൽ നരവേക്കറിനെ മഹാരാഷ്ട്ര നിയമസഭാ സ്പീക്കറായി എതിരില്ലാതെ തെരഞ്ഞെടുത്തു. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്, ഉപമുഖ്യമന്ത്രിമാരായ അജിത് പവാർ, ഏക്നാഥ് ഷിൻഡെ എന്നിവരാണ് നരവേക്കറിന്റെ പേര് നിർദ്ദേശിച്ചത്. മനുഷ്യാവകാശ ദിനത്തോടനുബന്ധിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നാളെ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുക്കും. എല്ലാ വർഷവും ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന മനുഷ്യാവകാശ ദിനാഘോഷം മന്ത്രി P. രാജീവ് ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. ഭരണ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സ്ത്രീ ശാക്തീകരണത്തിനായി നിരവധി നടപടികൾ സ്വീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീമ സഖി യോജനയ്ക്ക് തുടക്കമായി. INS തുഷിയിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് കമ്മീഷൻ ചെയ്തു. സിറിയയുടെ ഐക്യം, പരമാധികാരം, അതിർത്തി എന്നിവ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്ന് ഇന്ത്യ. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടുള്ള നിവേദനം കേന്ദ്രത്തിന് കൈമാറാൻ കേരളം വൈകിയിരുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ.
വനിതാ ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് മലേഷ്യയെ നേരിടും. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് 12ാം മത്സരത്തിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുകേഷിന് തോൽവി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.